നിങ്ങൾ സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. എങ്ങോട്ട്? വരികയായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ. എടാ, എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഈ തകർത്തിട്ടിരിക്കുന്നത്. ഓഹോ, പഴയ സാധനങ്ങളായിരുന്നോ? ഞാൻ പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സാരമില്ല. കൊട്ടാരത്തിലെ ആന്റിക് സാധനങ്ങളെല്ലാം പൊട്ടിച്ച് തവിടുപൊടിയാക്കിയിട്ട് ഇപ്പൊ സാരമില്ലെന്നോ? എടാ സുന്ദരേശ, നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കണം. ഞാനൊരു ട്രാഫിക്കിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു തന്നെ തുടങ്ങണം. അതെ അതെ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. എന്താ? എന്റെ അമ്മച്ചി നോക്കണം. എന്റെ അമ്മച്ചി നോക്കണം. എന്റെ അമ്മച്ചി നോക്കണം. അമ്മച്ചിയെ നോക്കണം. അമ്മച്ചി എവിടെ? അതാ ഞാൻ പറഞ്ഞു, അമ്മച്ചി നോക്കണം. ഇവിടെ ഉണ്ട്. നമ്മളെ മുള കേൾക്കാൻ വേണ്ടി ഈ ഭാഗത്ത് എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. നോക്കണം. നമ്മൾ നോക്കി വേണം നമ്മൾ തുടങ്ങാൻ. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ ചേട്ടാ ഇന്നത്തെ ഒരു ദിവസം എന്ത് പറഞ്ഞാലും ഞാൻ കിങ്ങിണി പറഞ്ഞ അനുസരിക്കും. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകും തോറും എന്റെ തോളി കയറി ഇരുന്ന് ചെവി അടിക്കാൻ നിന്നാ ഞാൻ സമ്മതിക്കും. ഇല്ല, അതല്ല ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളൊരു ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കുവാണല്ലോ. അന്നേരം ചേട്ടന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിച്ചാൽ. ഇത് ഇന്നത്തെ രാത്രി തന്നെ എല്ലാം പറഞ്ഞ് തീർക്കണം. നമുക്ക് ഓരോരോ രാത്രികളുണ്ടല്ലോ, ഓരോരോ എപ്പിസോഡായിട്ട് നമുക്ക് പറയാം. അപ്പോ അതിനനുസരിച്ചുള്ള റേറ്റിംഗ് ഉണ്ടാവും. അതല്ലേ നല്ലത്. ഒരു ഡ്രൈവറിന്റെ ഉത്തരവാദിത്തമാണ് ടിപ്പോയിന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പ് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോന്ന് നോക്കുന്നത്. അത് ശരി. KSRTC ബാത്റൂമിൽ വെള്ളം ഉണ്ടോന്ന് അറിയാതെ നാട്ടുകാർ ഓടി കയറുന്നുണ്ട്. അതിന് ബസ്സും ബാത്റൂമും തമ്മിൽ കമ്പയർ ചെയ്യരുത്. രണ്ടൂടെ കമ്പയർ ചെയ്യാൻ പറ്റും. എന്താ? രണ്ടും ഇരുന്നാ പോന്നെ. ആലോചിക്കണം. പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വണ്ടിക്കകത്ത് കാണാൻ കയറിയിരി. എഴുതി വെച്ചേക്കുന്നുണ്ടോ? എന്തുവാ? മുന്നറിയിപ്പ്, യാത്രക്കാർ ശ്രദ്ധിക്കുക, രാത്രി 10 മണിക്ക് ശേഷം പുലി ഇറങ്ങും. ഇപ്പൊ മണി 7 ആയതേ ഉള്ളൂ. 3 മണിക്കൂറുകൾ നമുക്ക് ഇവിടെ നിൽക്കാം. 10 മണിക്ക് ശേഷമേ പുലി ഇറങ്ങും. അയ്യാ, പുലി എഴുതി വെച്ചേക്കുന്ന ടൈമിംഗ് എന്നത്. പിന്നെ പുലി എപ്പോ വേണമെങ്കിലും ഇറങ്ങുന്നു. അതിന് വിശപ്പ് എപ്പോ വന്നോ അപ്പൊ ഇറങ്ങും. ഇപ്പൊ പുലി വന്നാൽ പുലിക്ക് കോംബോ ഓഫറാ കിട്ടാൻ പോകുന്നത്. രണ്ടുപേരും നിൽക്കുമല്ലോ. അയ്യാടാ, അപ്പൊ ഞാൻ മാത്രം പേടിച്ചാ മതി. പുലി ചീഞ്ഞൊന്നും തിന്നത്തില്ല. ശരിയാ, ഇത് ചീഞ്ഞില്ല എന്തായാലും. എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ജംഗ്ഷനിൽ വെച്ച് ശാരിയെ കണ്ടായിരുന്നോ? അവളോട് സംസാരിച്ചെന്ന് എന്റെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ. നമ്മുടെ അയലത്തുകാരിയല്ലയോ? അവളോട് കുറച്ചേരം സംസാരിച്ച എന്താ കുഴപ്പം? എന്തുവാ ഈ 10 മിനിറ്റ് സംസാരിക്കാൻ? എന്തോ ആലോചിക്കുന്ന എന്തുവാ? എടി 10 മിനിറ്റിലെ കാര്യമല്ലേ, 1 മിനിറ്റ് എനിക്ക് താ ആലോചിക്കണ്ടേ? അമ്മ ഹൗസ് വൈഫാ. രാവിലെ 4 മണിക്ക് എണ്ണിക്കും. 4 മണിക്ക് അമ്മ എഴുന്നേറ്റിട്ട് 3-4 വീട്ടിൽ ജോലിക്ക് പോകും. പോയിട്ട് 9 മണിയാകുമ്പോ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് പിന്നെ വേറെ കുറെ വീട്ടിൽ ജോലിക്ക് പോകും. പിന്നെ 5 മണിക്കേ വരത്തുള്ളൂ. ഹൗസ് വൈഫാ. അതിന്റെ പൈസ മൊത്തം അങ്ങ് നശിപ്പിച്ച് കളയുവാ. ഞാനും അച്ഛനെ കേട്ടണ്ടേ? അച്ഛൻ ജോലിക്ക് പോകില്ല. അച്ഛന് ദേഷ്യ. ജോലിക്ക് പോകുന്നു പറഞ്ഞാൽ ദേഷ്യ. രാവിലെ ദേഷ്യ. അമ്മ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി വെക്കും. എന്റെ പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ കുറുക്ക് കഴിച്ച് നേരെ വെക്കും. അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യ. അങ്ങനെ കഴിക്കാൻ അതുപോലെ എന്താ ചെയ്യാം. അപ്പൊ 6 ഇടിയപ്പത്തിന് കുരുക്കഴിക്കാൻ എത്ര സമയം വേണ്ടി വരും? 2 മണിയാവും. പിന്നെ ഞാൻ റെസ്റ്റാ. ഞാൻ കിടക്കുക. അപ്പൊ നിനക്കൊരു ജോലിയുമായി? ഇല്ല, അതെ എനിക്ക് ജോലിയായി.